നമ്മൾ ആദ്യം പോകുന്നത് പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവിന്റെ വാർത്തയിലേക്കാണ്. 9 വയസ്സുകാരിക്ക് കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന സംഭവത്തിൽ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടേ ഇല്ലെന്ന് ആവർത്തിക്കുകയാണ് ആശുപത്രി അധികൃതർ. രക്തക്കുഴലിന്റെ ഇന്നർ ലെയറിൽ മുറിവുണ്ടായാൽ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയില്ലെന്നും നിറവ്യത്യാസവും വേദനയും ഉണ്ടെങ്കിൽ എത്തണമെന്ന് നിർദ്ദേശിച്ചിരുന്നുവെന്നുമാണ് ആശുപത്രി സൂപ്രണ്ടിന്റെ വാദം. എന്നാൽ അധികൃതർ പറഞ്ഞത് നുണയാണെന്നാണ് കുടുംബം പറയുന്നത്. ഒരു നിർദ്ദേശവും നൽകിയിരുന്നില്ലെന്ന് കുട്ടിയുടെ മാതാവ് പ്രസീത പറയുന്നു. വീട്ടുമുറ്റത്ത് സഹോദരനൊപ്പം കളിക്കുന്നതിനിടെയാണ് 9 വയസ്സുകാരിക്ക് അപകടമുണ്ടായത്. അപകടത്തെ തുടർന്ന് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒടുവിൽ ചികിത്സയ്ക്ക് ശേഷം ഒരു കൈയില്ലാത്ത അവസ്ഥ. തങ്ങൾക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് വീണ്ടും പറയുകയാണ് ആശുപത്രി അധികൃതർ. ഈ ചെറുപ്രായത്തിൽ നിന്ന് എത്ര അവൾക്ക് ജീവിക്കാനുണ്ട്? ജീവിച്ച് തുടങ്ങിയിട്ടില്ല, അല്ലേ 4ാം ക്ലാസ്സല്ലേ എത്തിയിട്ടുള്ളൂ. ജീവിക്കണ്ടേ? ജീവിച്ച് എങ്ങനെ ആവുന്നു അറിയില്ല. കൈ മുറിച്ചു മാറ്റിയതിൽ ആശുപത്രിക്കോ ഡോക്ടർമാർക്കോ വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. സെപ്റ്റംബർ 24-ന് കൈക്ക് പരുക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ എക്സ്റേ പരിശോധിച്ച് ചികിത്സ നൽകി. പ്ലാസ്റ്റർ ഇട്ടതിന് ശേഷം കയ്യിൽ രക്തയോട്ടമുണ്ടെന്ന് ഉറപ്പുവരുത്തി. വേദനയുണ്ടെങ്കിൽ ഉടൻ ആശുപത്രിയെ സമീപിക്കണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശം നൽകിയതായും സൂപ്രണ്ട്. നീര് കൂടിയിട്ടും കുട്ടി ആശുപത്രിയിൽ എത്തിയില്ലെന്നും സംഭവിച്ചത് അപൂർവ പ്രതിസന്ധിയെന്നും ആശുപത്രി അധികൃതർ. ഇത്രയും കാലത്തിൻ്റെ ഉള്ളിൽ ഇത്തരം ഒരു കോംപ്ലിക്കേഷൻ നമുക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അപ്പം അങ്ങനെയുണ്ട്. അപ്പോൾ വളരെ അപൂർവമായിട്ട് സംഭവിക്കാവുന്ന, ഇപ്പം നമ്മൾ എല്ലാ ഡോക്ടേഴ്സൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തതിൽ നിന്ന് തന്നെ വളരെ അപൂർവമായിട്ട് സംഭവിക്കാവുന്ന ഒരു കോംപ്ലിക്കേഷനാണ് ഈ കുട്ടിക്ക് സംഭവിച്ചുള്ളത്. അത് പ്ലാസ്റ്റർ ഇട്ടതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ അല്ല എന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് പ്ലാസ്റ്റർ ആ കുട്ടിക്ക് അപ്ലൈ ചെയ്തിട്ടില്ല. ഓർത്തോ ഡോക്ടർമാരായ ഡോക്ടർ സിജു KM, ഡോക്ടർ ജൗഹർ KT എന്നിവർ അന്വേഷിച്ച റിപ്പോർട്ടാണ് DMOയ്ക്ക് സമർപ്പിച്ചത്. റിപ്പോർട്ട് ശരിവെച്ചുകൊണ്ട് KGMOയും രംഗത്തെത്തി. ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറെന്നും KGMOയെ വ്യക്തമാക്കി. ആശുപത്രിയിൽ എത്തിയിട്ടും മതിയായ ചികിത്സ നൽകിയില്ലെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അമ്മ പ്രസീത. റിപ്പോർട്ട് ആരൊക്കെയോ സംരക്ഷിക്കാൻ. മകളുടെ അവസ്ഥ ഗുരുതരമായി തുടരുന്നു. നിയമ നടപടിയുമായി ഏതറ്റം വരെയും മുന്നോട്ടു പോകുമെന്നും സൂപ്രണ്ടിന്റെ വാദങ്ങൾ പച്ചക്കള്ളമെന്നും അമ്മ പ്രസീത 24നോട്. പക്ഷെ സൂപ്രണ്ട് സാറ് പറഞ്ഞത് സത്യം പറഞ്ഞാൽ തെറ്റാ പറഞ്ഞത്. അവര് ഞങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അവരങ്ങനെ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞ പാവങ്ങളല്ലേ. ഞങ്ങൾക്ക് ആരും എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും നമുക്ക് പറയാൻ ആരും ഇല്ലല്ലോ. അതാണ് അവർ അങ്ങനെ പറയുന്നത്. കാരണം അവൻ്റെ കയ്യിൽ എല്ലാവരും ഉണ്ട്. സാഹചര്യങ്ങൾ വിലയിരുത്തി ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നാണ് ആരോഗ്യമന്ത്രി കുടുംബത്തിന് നൽകിയിരിക്കുന്ന ഉറപ്പ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന തങ്ങളെ ചികിത്സാ സഹായമടക്കം ഉറപ്പാക്കി സംരക്ഷിക്കണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു. ചികിത്സ നിഷേധിച്ച നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം. നിയമ നടപടിയുമായി ഏതറ്റം വരെ പോകുമെന്നും ഇവർ പറയുന്നു. ആരോഗ്യ കേരളം നമ്പർ 1 എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ തീർച്ചയായും സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഉടൻ നടപടിയെന്ന് ആരോഗ്യമന്ത്രി പറയുമ്പോൾ എപ്പോൾ നടപടി എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. പാലക്കാട് നിന്നും ഐഷത്തുൽ ഷംനയ്ക്കൊപ്പം കോഴിക്കോട് നിന്നും YS അഭിനന്ദ്, 24. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.